നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം, അതായത് ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ചതും വായിച്ചതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളുടെ രഹസ്യത്തിൽ കഴിഞ്ഞ 10-35 വർഷമായിട്ട് ആത്മീയ ശുശ്രൂഷകളിലും സന്മാർഗ സേവന പാതകളിലും ക്ലാസ്സുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കുടുംബങ്ങൾക്ക് വേണ്ടിയും ദമ്പതികൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത വിവിധ പ്രോഗ്രാമുകളിലൂടെ പഠിച്ചതും തിരിച്ചറിഞ്ഞതും എൻ്റെ അടുക്കൽ വന്ന പല ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളിലും സംസാരിച്ച് കേസുകൾ പിൻവലിപ്പിക്കാനും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതും കോടതിയിൽ കൊടുത്ത കേസുകൾ ഉൾപ്പെടെ പിൻവലിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും എൻ്റെ പിന്നിലുണ്ട്. ഇത് അഭിമാനത്തോടെ തന്നെ പറയുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഉന്തും തള്ളുവായി വഴക്കുമായി ചെറുക്കൻ്റെ, അതായത് ഭർത്താവിൻ്റെ അമ്മയുടെ കൈ പെണ്ണിൻ്റെ ആങ്ങള തിരിച്ച് കൈ ഒടിഞ്ഞ്, അത്രയും വരുമെന്നൊന്നും ഓർത്ത് ചെയ്തതല്ല. കൈ മുഷ്ക് കാണിച്ചത് അവനെ കിട്ടാഞ്ഞിട്ട് അവൻ്റെ അമ്മയുടെ അടുത്തായിപ്പോയി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, പ്രസവം കഴിഞ്ഞ് പേരിടലും കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഇതും പറഞ്ഞായിരുന്നു. ഇത് തീരുക, ഈ ജമ്മത്ത് തീരുക, കേസും കോടതിയും പോലീസുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത് ബിസിനസ്സല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമല്ല, ഇത് ജീവിതമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ 1-2 തവണ കൊണ്ടല്ല, ഇച്ചിരി സമയമെടുത്തു. പക്ഷെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചതനുസരിച്ച് ബഹുമാനിക്കുകയും എളിമയോടെ ഇടപെടും. കാര്യം അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ചേർച്ചക്കുറവുണ്ട്. പക്ഷേ അർഹിക്കേണ്ട ബഹുമാനം നൽകിക്കൊണ്ട് ഇടപെട്ടു. ഒറ്റക്കൊറ്റക്കും ഒരുമിച്ചൊക്കെ 2 വീട്ടുകാരെയും വിളിച്ചു സംസാരിച്ചു, വഴക്കൊക്കെ അവസാനിപ്പിച്ചു. 3ാമത്തെ കൊച്ചിനെ പ്രസവിച്ചു. സന്തോഷത്തോടെ ജീവിക്കുക. ഇടയ്ക്കൊക്കെ വഴിയിൽ വെച്ച് പലവണ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പോകേണ്ട കാര്യമില്ല. പക്ഷെ അറിയാൻ സാധിച്ചത് അന്നത്തോടുകൂടി ഇനി ഈ അനുഭവം ഉണ്ടാകത്തില്ല, കൈവിട്ട കളിയായിപ്പോയി. അതുപോലെ തന്നെ വേറെ സംഭവം ഓർക്കുകയാണ്, ഭർത്താവിൻ്റെ അപ്പൻ്റെ കർണക്കുറ്റിക്കിട്ട് മരുമകൾ അടിച്ചു. എൻ്റെ ദൈവമേ, നാഗവല്ലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ തീരുമെന്നാണ് പറയുന്നത്. പിരിഞ്ഞാൽ മാത്രം മതി എന്നും പറഞ്ഞാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കൂട്ടരെയും വിളിച്ചു, സംസാരിച്ചു, വന്നു, ഇടപെട്ടു എല്ലാം അവസാനിച്ച് തീർത്ത്. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, അന്നേരത്തെ വികാരത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ആരെല്ലാം ക്ഷമിച്ചാലും അപ്പനടിച്ചത് കൊണ്ട് വേറെ ആരടിച്ചാലും കുഴപ്പമില്ല, അവൻ്റെ അപ്പനെ പെണ്ണടിച്ച് കർണക്കുറ്റിക്കിട്ട്. അത്രക്കുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻകോപിയാണ്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തി സന്തോഷത്തോടെ പിരിയാതെ ജീവിക്കുന്നു. വേറൊരു കേസ് ഓർക്കുകയാണ്, കൂനമ്മാവിലാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴി അല്ലാതെയൊക്കെ എല്ലാം കളികൾ കൈവിട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇടപെട്ട ഒരച്ഛൻ, ഇത് പോലീസും കേസൊക്കെ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഷൈജുവിൻ്റെ സ്വന്തം നിലക്ക് വേണമെങ്കിൽ ഇടപെട്ടോ, ഞങ്ങളാരും ഇതില്ല, കാരണം അത് കോടതിയും പോലീസൊക്കെ ആയി, ഇനി അവരുടെ പാടായി. അവർ എടുത്ത് ഗുണ്ടകൾ ഏർപ്പാടാക്കി. ചെറുക്കൻ്റെ വീട്ടുകാർ ചെന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ മതിൽ ഗേറ്റൊക്കെ അടച്ചിട്ട് കിട്ടിയത് അവസാനം ഹൃദ്രോഗിയായ അപ്പനെയാണ് അടച്ചിട്ട് ഇടിച്ച് ഒരു പോക്കാക്കിയിട്ട് വിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റിയത് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന സമയത്ത് ഇവർ കാണിച്ച മുഷ്കത്തരത്തിന് തിരിച്ച് കാണിച്ചു. പക്ഷെ അതെല്ലാം അടികൊള്ളുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചാടിപ്പുറപ്പെടണം കേട്ടോ. വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന്. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കേസിൽ 1-ാം പ്രതി ആവുന്നത് നമ്മളായിരിക്കും. അങ്ങനത്തെ അനുഭവം ഉണ്ട്. നേരും നിറവില്ലാതെ കാണിച്ചിട്ടുള്ളവരുണ്ട്. വഴക്ക് തീർക്കാനെന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവസാനം പ്രതിയാക്കി തീർക്കാനുള്ള കുൽസിത മാർഗങ്ങൾ കാണിച്ചിട്ട്, പക്ഷേ പോലീസ് അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് ദൈവം കൃപ ചെയ്തു. പറ്റിയതല്ലേ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ കേസുകളൊക്കെ. വേറൊരു കേസ് ഇതുപോലെ വഴക്ക്, അമ്മായിയമ്മയും മരുമോള് തമ്മിലുള്ള പ്രശ്നം. അവർക്കുണ്ടൊരു മോള്, പക്ഷേ മരുമകളിട്ട് കഷ്ടപ്പെടുത്തുന്ന ആ ഒരവസ്ഥ. പയ്യൻ വന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഭാര്യ എന്നെ ഇട്ട് ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്നു, ഒന്ന് വന്ന് സംസാരിക്കാമോ, നമുക്കും മക്കളുള്ളതാ. അപ്പോൾ അതിനെന്താ, നേരുനിറിവുള്ള കാര്യമല്ലേ, ആരെങ്കിലും പറയാൻ തല പോയാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് എൻ്റെ ഭാര്യയുണ്ട്, മക്കളും വന്നു, സ്വന്തം കുടുംബം പോലെ.
പക്ഷെ അടികൊള്ളാതെ പോകുന്നത് ദൈവഭാഗ്യം. നീ ആരാടാ ഞങ്ങളോട് ക്ഷമിപ്പിക്കാൻ, ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ്? വല്ലതും കിട്ടുമെങ്കിൽ കിട്ടണതും മേടിച്ചുകൊണ്ട് പോയിക്കോന്നും പറഞ്ഞ് അടിക്കടാ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ്. ദൈവകൃപ അവന്മാർ അവിടെ ഉണ്ടായിരുന്ന മുട്ടാളം മക്കൾ അടിക്കാതെ വിട്ട്. അത് ദൈവഭാഗ്യം. പക്ഷെ പിന്നീട് കെട്ടിപ്പിടിച്ച കൈപിടിച്ച ക്ഷമ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഭാഗ്യത്തിന് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ കേസൊക്കെ കേട്ടാൽ ചാടി ഒന്നും പുറപ്പെടണില്ല. ചിലർക്കൊക്കെ ദേഷ്യവും വഴക്കും തോന്നാറുണ്ട്. കാരണം ഇപ്പം ക്യാമറയും പെൻഡ്രൈവും പിന്നെ ബട്ടൺസിൽ വരെയും പിടിപ്പിച്ചിട്ട് കഥകളൊക്കെ മാറി. അതുകൊണ്ട് തിരിച്ചും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് കിട്ടില്ല. ഓരോ പാർട്ടിയും തങ്ങളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി ആരെയും ബലി കൊടുക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനില്ല. പക്ഷെ പിരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ലേ, ദൈവം എന്നൊരാളില്ലേ. അതുപോലെ മറ്റൊരു വിജാതീയ ഒരു കുടുംബത്തിൻ്റെ ഇതുപോലെ ഞാൻ എൻ്റെ ഭാര്യയും കൂടെയാണ് പോയത്. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വിചാരിച്ചാൽ. പക്ഷെ കരഞ്ഞുകൊണ്ട് ഒരാണ് വിളിക്കണേണ്, ഷൈജു നിങ്ങൾ എന്തോരം ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നു, ഒന്ന് വന്നെങ്കിൽ ഇപ്പോൾ വന്നം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം. എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ എത്താറായിക്കൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ആരും വന്നില്ല. കാരണം ഈ വഴക്കെന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പോലെ ആരും ഇടപെടില്ല. അവക്കടെ വീട്ടുകാർ കൊണ്ടുപോയാൽ ഇനി ഒരിക്കലും വിടില്ല. ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഞാനും ഭാര്യയും കൂടെ പോയി അപ്പുറം ഇപ്പുറം എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് കേൾക്കാൻ മനസ്സുണ്ടായാൽ തന്നെ പല പ്രശ്നം. രണ്ടു കൂട്ടരെയും കേട്ടു, ഒരുമിച്ച് സംസാരിച്ചു. അവസാനം എന്നോട് പറഞ്ഞു എന്നാൽ താഴത്തെ നിലയിലേക്ക് അവരും കൂടെ വന്നിട്ട് പറഞ്ഞു മറ്റേ വീട്ടുകാരുടെ വണ്ടി പറഞ്ഞ് തിരിച്ചു വിട്ടു കൊണ്ടുപോകാൻ. കാരണം ഇത് പിരിയേണ്ട കാര്യമല്ല, ഇത് കച്ചവട മനസ്ഥിതി അല്ല വേണ്ടത്, തമ്മിത്തല്ലല്ല അവിടെ വേണ്ടത്. അങ്ങനെ ആ പെണ്ണിൻ്റെ വീട്ടുകാരനുസരിച്ച് അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു എന്തായെന്നും പറഞ്ഞു. പക്ഷേ അവസാനം ചെറുക്കൻ്റെ അമ്മനോട് ചോദിച്ചു ഒന്ന് സംസാരിക്കണമെന്ന് അവൻ പറഞ്ഞു. സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവർ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ അവരെ ക്ഷമിപ്പിക്കുകയും ചെയ്താൽ മതി, എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് അച്ഛൻ നോക്കാത്ത കുടുംബം, ഇവനെ പഠിപ്പിച്ച് വളർത്തി ഇപ്പം മിടുക്കനായപ്പോൾ എന്നെ തിരുത്താൻ ഇവിടെ ഞാൻ തന്നെ തിന്ന് ഇവിടെ കിടക്കാമെങ്കിൽ കിടന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ രണ്ടും. ഞാൻ ക്ഷമിക്കണോ പൊറുക്കണോ എന്ന് ഞാൻ തീരുമാനിക്കണം. താൻ വന്ന കാര്യം അവരോട് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് കുടുംബത്ത് വരുന്നവരെ ആക്ഷേപിക്കാൻ. പക്ഷേ അവർക്ക് വേണ്ടി കാലയിൽ വീഴാൻ വരെയും തയ്യാറായി. വഴക്കൊക്കെ തീർത്ത് കിട്ടി, പെണ്ണ് ക്ഷമിച്ച്. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ആ കൊച്ച് ഇന്ന് നമ്മുടെ നാടറിയപ്പെടുന്ന രാജ്യം അറിയപ്പെടുന്ന ഒരു വലിയ ലെവലിലോട്ട് ഉന്നത ലെവലിൽ കലാപരമായിട്ട് ഉയർന്നു. കാരണം മുറിയടച്ച് അമ്മായിമ്മനെ പേടിച്ചിരിക്കുമ്പോൾ ഈ പെൺകുട്ടി പല കാര്യങ്ങളും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് ഡൗൺലോഡൊക്കെ ചെയ്ത് ഒരു സമൂഹത്തിലൊരു ഉന്നത നിലവാരത്തിലേക്ക് ആ കുട്ടി പഠിപ്പിലും ഉയർന്നു, കലാപരമായിട്ട് ഉയർന്നു. വിദേശത്തൊക്കെ പോയി പല ചാനലിലും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് ഒത്തിരി പ്രശസ്തയായി തീർന്നു. പഴയതെല്ലാം സ്വപ്നങ്ങളായി തീർന്നു. അപ്പോൾ ആ കുടുംബത്തിലുണ്ടായ വിപരീത സാഹചര്യങ്ങളാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കണ്ടുപിടിച്ച മാർഗങ്ങൾ. കൊച്ചിൻ്റെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ തല്ലും തലകീറലും കുറഞ്ഞിരിക്കുമല്ലോ, അതിലോട്ട് ശ്രദ്ധിച്ചു. എന്നാൽ അപ്പനും അമ്മയും അങ്ങനത്തെ ഒരു കലാകാരന്മാരല്ല. അങ്ങനെ കുടുംബം ശരിയായി. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്ന 8 കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചില ജീവിതാനുഭവങ്ങളൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം. അതുകൊണ്ട് തല്ലുകൊള്ളാൻ വേണ്ടി ബ്രദറിനെ ആരും വിളിക്കല്ലേ. വേറൊരിക്കലും ഇതുപോലെ ഒരു കുടുംബത്തിൽ ഇപ്പം തന്നെ വന്നം എൻ്റെ വീട്ടുകാർ വന്നിട്ട് അയാൾ ഇറക്കി വിട്ടെന്ന് വിളിച്ചു. അപ്പം ഞാൻ പൊന്നുരുത്തി കപ്പച്ചനാശ്രമത്തിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിനുവച്ചൻ ചോദിച്ചു എന്താ ത്രിസന്ന സ്വർഗത്തിൽ നിൽക്കണ പോലെ നിൽക്കണം. ഞാൻ ഇവിടെ കുർബാനയും കഴിഞ്ഞ് ഇറങ്ങിയ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ ഒരു വീട്ടിൽ ഭയങ്കര വഴക്ക് നടക്കണേ. അപ്പോൾ ആ വീട്ടിലെ അയാളുടെ ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കണേ. അവരുടെ വീട്ടുകാരെ എല്ലാം അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അച്ഛൻ പറഞ്ഞു പോകരുത് കേട്ടോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സമയത്ത് പോകരുത്, പ്രാർത്ഥിച്ചോളാമെന്ന് പറയാൻ. നമുക്ക് പിന്നെ കാണാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന്. അല്ലെങ്കിൽ നിൻ്റെ ആരാടി ഇവനെന്നും ചോദിച്ചിട്ട് വന്നവരെക്കാൾ വലുത് പുതിയ കഥകൾ ഉണ്ടാകും. ചിലപ്പോൾ അവർ പോലും നമ്മളെ കൈകഴുകും. കാരണം ഭാര്യയും ഭർത്താവും എത്ര വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിക്കും, എന്തെങ്കിലും ഒരു തീരുമാനങ്ങളുണ്ടാകും. പുറത്തുനിന്ന് വന്ന ആളെ ഏത് രീതിയിലും ചിത്രീകരിക്കപ്പെടും. പോകുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇന്നത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ നാട്ടുനടപ്പനുസരിച്ച് ഓടിപ്പോകേണ്ട. വല്ല ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാനായിട്ട് പറയുക. ഞാൻ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോഷ്യൽ വർക്കിലും ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ആളാണെങ്കിലും അതിനുചിതമായ മാർഗം അത് തന്നെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രശ്നങ്ങൾ
മറ്റ് ചില രീതികളിലൊക്കെ അന്ന് ഭയങ്കര വയലൻ്റായി അവസാനിച്ചു. കുടിച്ചിട്ടും വലിച്ചിട്ടും അല്ലേ, കുടിച്ചിട്ടും വലിച്ചതിനാണെങ്കിൽ കുടിയുടെ ബോധക്കേട് വരുമ്പോൾ വല്ലയിടത്തും. അല്ലാത്ത മനുഷ്യൻ്റെ അഹങ്കാരമാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. മനുഷ്യൻ ഈ ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതുമേ തൊട്ടാൽ ചിലപ്പോൾ പിശാചായിത്തീരും, വയലൻ്റ് ആയിത്തീരും. അപ്പം ആദ്യത്തെ കാര്യമാണ് പുരുഷൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്. പുരുഷൻ്റെ ആത്മാഭിമാനം കെടുത്തരുത്. അവരുടെ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഒരു നന്മയും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സങ്കല്പത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും എല്ലാ മനുഷ്യനും ഉണ്ട്, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും ഉണ്ട്. അതുകൊണ്ട് സങ്കല്പത്തിലുള്ളത് ആഞ്ഞു പിടിക്കുമ്പോൾ റിയാലിറ്റീനെ തരം താഴ്ത്തരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ച് ഉയർന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നേട്ടങ്ങളോ കഴിവുകളോ കിട്ടിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചവിട്ടിത്താഴ്ത്തുക, കുറ്റപ്പെടുത്തുക, അവരുടെ കുറവുകൾ മാത്രം പറയുക, അവരുടെ ആത്മാഭിമാനം നശിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്ത ജീവിതത്തിൽ ഒരിക്കലും കൂടിച്ചേരാൻ ഭയങ്കര പാടാണ്. പുരുഷനെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചോ അവൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചോ നമ്മുടെ വീട്ടുകാരുടെയോ കൂട്ടുകാരികളുടെയോ അയൽവാസികളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ തരം താഴ്ത്താതിരിക്കുക. അവൻ്റെ ആത്മാഭിമാനം ഉയർത്തി തന്നെ പിടിക്കുക, അവൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക. ഇനി വീട്ടിൽ പിരിവുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് അവൻ്റെ കൂട്ടുകാരോ ആളുകളോ ഒക്കെ വരുന്ന സമയത്ത്, ഇനി ബന്ധുക്കളായിരിക്കും ഏതെങ്കിലും പതിയെ ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, ആ കുരുമുളക് പാട്ടെ എന്തെങ്കിലും ഒരു ടിന്ന് എടുത്ത് അടുക്കളയിൽ പതിയെ പാത്രം എന്തെങ്കിലും ഒന്ന് താഴേക്ക് ഇടും. അപ്പോൾ ഭർത്താവ് എന്താണെന്ന് ചോദിച്ചു വരും. അന്നേരം പതിയെ പറയുന്നത് നമുക്ക് അത്രയും കൊടുക്കണ്ടട്ടാ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യാം. ചാടിക്കടിച്ചുകൊണ്ടല്ല, തിന്നാൻ പോകണമല്ല, അതായിരിക്കും നല്ലത്. ഇപ്പുറത്ത് വരുന്ന ഇവിടെ നിന്ന് കാര്യം സോൾവ് ചെയ്ത്, കുരുമുളക് പാട്ടയുടെ കാര്യം സോൾവ് ചെയ്ത് അപ്പുറത്തോട്ട് ചെല്ലുന്ന ഭർത്താവ് പതിയെ സൂത്രത്തിൽ പ്ലേറ്റ് മാറ്റി വേണ്ട രീതിയിൽ കാര്യങ്ങൾ, ബുദ്ധിയുള്ളവനാണെങ്കിൽ, കാരണം അവർ പോകും, അവളോടുകൂടിയാണ് ജീവിക്കേണ്ടത്, ആ കാര്യം സോൾവ് ചെയ്ത് ഇന്ന രീതി. അല്ലെങ്കിൽ ഭാര്യനോട് പറയും അത് ഇന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, നമുക്ക് അവരെ ഒഴിച്ചുകൂടാൻ പറ്റിയതല്ല, ഞാനങ്ങനെ പറഞ്ഞു പോയി, എന്ത് ചെയ്യും. അപ്പോൾ ഭാര്യ പറയും എന്നാൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വരാൻ പറയുന്ന ഭാര്യ പറയുന്ന വാക്ക് സ്വീകരിച്ച്, അത് രണ്ടുപേർക്കും തുല്യ അവകാശമാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ ആത്മാഭിമാനത്തെ തൊട്ട് കളിച്ചിട്ട് അത് നശിപ്പിച്ചിട്ട് നായങ്കരണപ്പൊഴി പൊടി വാരിയിടുന്നത് പോലെ ആകും. മാന്താനും വയ്യ, തിരുമാനും വയ്യ, എന്താ വന്നുകൂടുന്നതെന്ന് അറിയില്ല. ഇത് ഭീഷണിയല്ല, കാരണം പുരുഷനെ ഏറ്റവും വലുത് അവൻ്റെ ആത്മാഭിമാനമാണ്. അതുകൊണ്ട് ഒരു ഉത്തമ ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണമാണ് പുരുഷൻ്റെ ആത്മാഭിമാനം വളർത്തുക, അത് നശിപ്പിക്കരുത്. എൻ്റെ അപ്പനൊക്കെ എത്ര കുടിച്ച് നശിച്ച് ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണമായി പോയിട്ടും അപ്പൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്യുകയും ചീത്ത വാക്കുകൾ എൻ്റെ അമ്മേനെ വിളിക്കുകയും ചെയ്തിട്ടും അമ്മ ഒരിക്കലും അപ്പനെ ഉപദ്രവിക്കുകയോ തിരിച്ച് ചീത്ത വാക്കുകൾ വിളിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. തല്ലിത്തലകേറി മദ്യലഹരിയിൽ അമ്മയെ മുറിയടച്ച് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു രാത്രി പോലും മാറിക്കിടക്കുന്ന അമ്മയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആരെല്ലാം എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അപ്പനെക്കുറിച്ച് ആരും കുറ്റം പറയാൻ ഞങ്ങളുടെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ 15 വർഷം പുതുപുത്തൻ മനുഷ്യനായിട്ട് ഞങ്ങളുടെ അപ്പനെ കിട്ടി. പണ്ട് അപ്പൻ ഉദ്ദേശിച്ച രീതിയിൽ കുടിക്കാനും വലിക്കാനും മറിക്കാനും കൂട്ടുകാരുടെ കൂടെ ആടാനും അമ്മ എതിര് നിൽക്കുന്നത് കൊണ്ട് വേറെ ആർക്കാ ഛേദം? അതുകൊണ്ട് മുഖ്യശത്രു അമ്മയാണ്. അമ്മേനെ എന്തെല്ലാം തരം വാക്കുകളും കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. പക്ഷെ അമ്മ ക്ഷമയോടെ സർവം സഹയായ ഭൂമിയെ പോലെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കിട്ടും. ഇട്ടിട്ട് പോന്ന് പറയും, ഇവളാ അവനെ ചീത്തേക്കണമെന്ന് പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ ഒരു മദ്യപാനിയോടുകൂടി ജീവിക്കുക, കടബാധ്യതകളും അപമാനക്ഷതും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം മദ്യലഹരിയിൽ അപ്പൻ എന്താ കാണിക്കുന്നത്, പറയുന്നത്, എന്ത് റോളാണ് എടുക്കുന്നതെന്ന് അറിയില്ല. ആളുടെ തലയിൽ കിടക്കുന്ന ആ മദ്യപിശാശ. പക്ഷെ നന്നായി കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ല മനുഷ്യൻ വേറെയില്ല. ഇത് ഹാൻഡിൽ ചെയ്തത് ഞങ്ങളുടെ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഭയങ്കര IAS കാര്യോ ഡിഗ്രിക്കാരിയോ ഒന്നുമല്ല. ഇത് സാധാരണ ഒരു വീട്ടമ്മ. അമ്മക്ക് ദൈവം കൊടുത്ത ഒരനുഗ്രഹവും സംയമനവും അപ്പൻ്റെ ആത്മാഭിമാനത്തെ തകർക്കാതെ കോട്ടം വരുത്താതെ സംരക്ഷിച്ച് അപ്പന എല്ലാം നശിച്ച് അങ്ങേറ്റം വരെ പോയി വൈദ്യശാസ്ത്രം വരെ കൈയൊഴിഞ്ഞ് ചോരയൊക്കെ ഛർദ്ദിച്ച് കിടക്കുന്ന അവസ്ഥ. വേറെ ആരാണ് പണ്ടേ ചത്തുപോയേനെ. അതുപോലെ സംരക്ഷിച്ച് കൊണ്ട് നടന്ന് പ്രാർത്ഥിച്ച് കൈവെള്ളയിൽ വെച്ച് അപ്പനെ പൊക്കിയെടുത്ത് 15 വർഷം ജീവിച്ചു. പൂമുഖവാതിൽക്കൽ സ്നേഹം
ഉറക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഈ അടിയിടിയും വഴക്കും തെറിയും തേപ്പും എല്ലാം തകർച്ചകളൊക്കെ കണ്ടു വളർന്ന ഞാൻ എന്നെ ഒരു പൊട്ടനാ എന്നെല്ലാവരും വിചാരിക്കുന്ന അതേപോലത്തെ ദുരിതങ്ങളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ വീട്ടിലെ മൂത്ത ആളാൻ. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ജോളിയുടെ സപ്പോർട്ടാണ് ഇന്ന് ഈ യൂട്യൂബിൽ 1000-ലധികം വീഡിയോകൾ, യൂട്യൂബിൽ മാത്രമല്ല 2 പുസ്തകങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്തിട്ടുള്ള സ്കൂളുകളിലായാലും പഠനം വിജയകരമാക്കാൻ ജയിലിൽ ഉൾപ്പെടെ ഇനിയിപ്പോൾ കൈവെക്കാത്ത മേഖലകൾ വിരളമാണ്. പല ചാനൽ ദൈവസഹായത്താൽ ഒത്തിരി മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചാനലുകളിൽ പോലും അങ്ങോട്ട് പോകാതെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ അനുഭവങ്ങളും ഇതുവഴി രക്ഷപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ പിടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ചവിട്ടി താഴ്ത്ത് കിടന്ന അതമ്പതിച്ച് കിടന്ന അവസ്ഥയിൽ നിന്ന് ഒന്നുകിൽ ഒരമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കരം ഉണ്ടാകും. അതുകൊണ്ട് അധികം നെകളിക്കണ്ട. നല്ല മിടുമിടുക്കന്മാരായിട്ട് ഇന്ന് നടക്കുമ്പോൾ അവരെ നിസ്സാരവൽക്കരിക്കണ്ട, അവരെ തള്ളിക്കളയണ്ട. അതുകൊണ്ട് ഇതാ ഭർത്താവിൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിക്കുന്നതൊന്നും ചെയ്യുകയോ പറയുകയോ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യമാണ്, ഭർത്താവ് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരികയോ ചിലപ്പോൾ ശാസിക്കും. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവൾ. അതാണ് അതിൻ്റെ അർത്ഥം. കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ക്ഷമയാ ദരിദ്രി ശയനേഷു വേശ്യ. ഒരു ശ്ലോകം ഓർക്കുക, കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ക്ഷമയാ ദരിദ്രി എന്ന് പറഞ്ഞാൽ ഭൂമിയെപ്പോലെ, ശയനേഷു വേശ്യ കിടപ്പറയിൽ വേശ്യയെപ്പോലെ താഴേണ്ടി വരും, ഒതുങ്ങേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതാ അവൻ്റെ കീഴിൽ ഒതുങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ സഹിക്കാൻ പറ്റുമോ? പറ്റണം. വലിയ ബുദ്ധി അഹങ്കാരം അറിവും വെച്ച് നെകളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം, എളിമപ്പെടണം. അപ്പോൾ ഭർത്താവ് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് എടുത്ത് ചാടാതെ ചാകും കൊല്ലും എന്നൊന്നും പറയാൻ നിൽക്കരുത്. കാണിച്ചു തരാമെന്നൊന്നും പറയരുത്. ഇതെല്ലാം അങ്ങനെ ചെയ്യാൻ പോകുന്ന പുരുഷനെ പോലും ആത്മഹത്യാ പ്രവണതയുള്ളവരുണ്ടാകാം. നിങ്ങളും കാണിച്ചു തരാൻ ചാകാൻ കൊല്ല, എന്നാൽ നമുക്ക് രണ്ടുപേർക്കൂടി ചാകാം എന്ന് പറഞ്ഞു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതൊന്നും ആശാസ്യമല്ല. നമുക്ക് ഈ ജീവിതത്തോട്, നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ മതത്തോട്, നമ്മുടെ സമൂഹത്തോട് എല്ലാം ഒരു പ്രതിബദ്ധതയുണ്ട്. കാരണം എത്രയോ പേര് ജീവിക്കാൻ ആഗ്രഹിച്ച ആ ജീവിതമാണ് ഇന്നത്തെ ദിവസം. പ്രളയവും കോവിഡും മഹാമാരികളും ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് പൊലിഞ്ഞുപോയ ജീവിതങ്ങൾ ഒട്ടനവധിയാണ്. പക്ഷെ നമ്മളിന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് നമുക്ക് ദൈവത്തോടും ഈ സമൂഹത്തോടും രാജ്യത്തോടും നമ്മുടെ മതത്തോടും സമൂഹത്തോടും പാരമ്പര്യത്തോടും കുടുംബത്തോടും എല്ലാം ഒരു പ്രതിബദ്ധതയുണ്ട്. ആ ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം. ആത്മഹത്യ ചെയ്യുന്നവൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം ഈ ഒരു സുബോധം നമുക്ക് ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. മൂന്നാമത്തെ കാര്യമാണ്, ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പരാതിയും പരിഭവവും വെച്ചുകൊണ്ട് നിൽക്കാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക. പുരുഷൻ ഒരു ദിവസം 1000 വാക്ക് സംസാരിക്കുമെങ്കിൽ സ്ത്രീ ഒരു 10,000 വാക്കെങ്കിലും സംസാരിക്കുക. അവൻ ജോലി സ്ഥലത്തും വഴിയിലും യാത്രയിലൊക്കെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ അധികം പറയാനില്ല. അപ്പം നീ ഇങ്ങനെ പറയാൻ വേണ്ടി വീർപ്പം മുട്ടിയിരിക്കണേ, വേറെ ആരോട് പറയും. പക്ഷെ കടന്നൽ കുത്തിയതുപോലെ മുഖവും വെച്ച് പറയാനുള്ളത് പറയുകയും ചെയ്യും, പറയാതിരിക്കുകയും ചെയ്യും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ. അതുകൊണ്ട് സംയമനം പാലിക്കുക, അവസരത്തിനനുസരിച്ച് സംസാരിക്കുക. വന്ന് കയറുമ്പോൾ തന്നെ പരാതിയും പരിഭവം പറഞ്ഞാൽ പിന്നെ അവൻ കളുങ്കില, വഴിയരികില, ജംഗ്ഷനില, തിയേറ്ററില, ബാറിലൊക്കെ ഇരുന്ന് സമയം വഹിച്ചെടുക്കും. പറയുമ്പോൾ പരാതി, അതും പരാതിയായിട്ട് തീരുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മളായിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഭർത്താവിനോട് കരുണ കാണിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. നാലാമത്തെ കാര്യമാണ്, ഭാര്യയാണ് കുടുംബത്തിൻ്റെ വിളക്ക്. അല്ലേ? ആ വിളക്ക്, ഉമ്മർത്ത വിളക്ക് തന്നെ കെട്ടുപോയി കഴിഞ്ഞാൽ പോയില്ലേ കഥ, അല്ലേ? അപ്പോൾ
കുടുംബത്തിൻ്റെ വിളക്കാണ് മാതൃക കൊടുക്കാൻ ഇതാ എരിഞ്ഞടങ്ങുന്ന സമയത്ത് കുടുംബത്തിൽ പ്രാർത്ഥന ചൊല്ലാനും വീറോടും വൃത്തിയോടും കൂടെ നടക്കണം. ചിലത് വെള്ളവും തൊടൂല, അവന് കൊടുത്ത് ഒരുങ്ങി മെനയാട്ടൊക്കെ നടക്കാനാണ് ഇഷ്ടം. പക്ഷേ ഉള്ളത് അലക്കി തേച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. പെരയും ഉമറൊന്നും അടിച്ചും വാരും വൃത്തിയാക്കി. ഇന്ന് നടുവേദനയും പുറം വേദനയും കഴുത്തുവേദനയൊക്കെ മാറാത്തതിൻ്റെ നീരും മുഴയും കെട്ടലൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. പണ്ടൊക്കെ നല്ലോണം കൈയൊക്കെ വീശി അടിക്കുക, അരകല്ലിൽ അരക്കും, തുണി നല്ല കൈയൊക്കെ വീശി അലക്കും, മുറ്റവും പറമ്പൊക്കെ അടിക്കും, മാസത്തിലൊരിക്കലും പാത്രങ്ങളൊക്കെ എല്ലാം പുറത്തിറക്കി കഴുകി വെയിലൊക്കെ കൊള്ളിച്ച് കയറ്റും. ഇന്നത്തെ പോലത്തെ രോഗവും ഇൻഫെക്ഷനും സ്കിൻ ഇൻഫെക്ഷനും പല കാര്യങ്ങളും ഇല്ല. വ്യായാമം ഉണ്ട്, നടുവേദന ഇല്ല, നല്ല ജോലിയെടുത്ത് വേർത്ത് കുളിച്ച് ഒഴുകി പോകുമ്പോൾ തന്നെ ഒത്തിരി എനർജിയൊക്കെ റിലീസാകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുക. ഭാര്യ കുടുംബത്തിൻ്റെ വിളക്കാണ്. അടുത്ത കാര്യമാണ് സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് സ്ത്രീകൾക്കാണ്. 5ാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുകയും വിവേകപൂർവ്വം പെരുമാറുക. ഞാനൊക്കെ ഇത് ശരിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എതിർശക്തികൾ ആഞ്ഞടിച്ച ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ പരീക്ഷണം, എതിർ ശക്തികളുടെ പരീക്ഷണങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇല്ലാവചനങ്ങൾ, കള്ളക്കേസുകൾ. പക്ഷേ ആരെല്ലാം എതിരിന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ഡബിൾ ചങ്കായിട്ട് എവിടെ നിന്നാണ് ഇവർക്ക് ഈ ശക്തി എന്ന് ഓർക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ കവർ ചെയ്ത് പിടിക്കുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യ. അഭിമാനത്തോടെ ഞാനിത് പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഒരക്ഷരമുണ്ടാൻ ഒരു എതിർശക്തി അനുവദിക്കത്തില്ല. ഒരു പെണ്ണിന് ഇത്രക്ക് കരുത്ത് എവിടെ നിന്നാണ്? അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിൻ്റെ നമ്മുടെ ഭർത്താവിനെ സോറിയുടെ ഇടയ്ക്ക് നിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് ഫ്രീഡത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭർത്താവിനെ ചവിട്ടി തേക്കുകയോ തരം താഴ്ത്തുകയോ. ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരി ഇവിടെ കണ്ണീരോടെ വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ വീട്ടിലെ ഒരാവശ്യങ്ങൾക്കും എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ വിളിക്കാതെയായി. ഞാൻ മാത്രമായിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഒരു വിലയില്ല. ഇങ്ങനെയാണ് 2 കുട്ടികളുമായി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നേരത്തെ നീ നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും, ഭർത്താവ് സ്വർണം പണയം വെച്ചതും അത് ചെയ്തതും തിരിച്ചും മറിച്ച് ഒരു കുടുംബമാകുമ്പോൾ പലതും ചെയ്യും. ഇതെല്ലാം അനങ്ങണേയും പിടിക്കണേയും മുഴുവൻ വിളിച്ചു പറഞ്ഞു അവൻ അങ്ങനത്തവൻ ഇങ്ങനത്തവൻ, അയാൾ അങ്ങനത്തവൻ ഇങ്ങനത്തവൻ, ഞങ്ങളുടെ മകളുടെ ജീവിതം കളഞ്ഞു. ഒന്നും കളഞ്ഞിട്ടില്ല. മുടങ്ങാതെ ജോലിക്ക് പോകും. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളും പ്രാരംഭം പിടിച്ചു നിൽക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ഉള്ളത് മുഴുവൻ വീട്ടുകാരോട് വിളമ്പി സ്വന്തം ഭർത്താവിനെ വിലയില്ലാതെ ആക്കി കളഞ്ഞു. ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. സ്വന്തം ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും കുറ്റം ഭാര്യ വീട്ടുകാരെ മുഴുവൻ ധരിപ്പിക്കും. അവരുടെ വിചാരം അവരിവിടത്തെയാണ്. നല്ല കല്യാണം കഴിഞ്ഞാൽ ഏത് വീട്ടിലേക്ക് പറിച്ച് നട്ടോ നിങ്ങളവിടുത്തെ. അപ്പോൾ സ്വന്തം കുറവുകൾ കഴിവുകേടുകൾ തന്നെയാണ് എഴുന്നള്ളുക എന്ന് പറഞ്ഞു. ഭർത്താവ് വലിച്ച് ഇത് ലഹരിയൊക്കെ അടിച്ചിട്ട് മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ആ ഉപദ്രവമെല്ലാം സഹിക്കണം. ആരെ അറിയിക്കാതിരിക്കണം എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. ഞാൻ പറയണം 112 ഉടനെ വിളിച്ചോളാം. ഒരു നാഷണലൈസ്ഡ് നമ്പറാണ്. അപ്പം തന്നെ പോലീസ് എത്തും. സംയമനം പാലിക്കുക. ചിലത് ശരിയായി കിട്ടും. എടുത്ത് ചാടി പൊട്ടിത്തെറിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ ഓർക്കണ്ടേ? അതുകൊണ്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പീഡനവും ഉപദ്രവവും സഹിച്ച് ക്രൂരമായ അവരുടെ ചവിട്ടടികളിൽ കിടക്കണം അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. ക്ഷമിച്ച്. അതൊക്കെ എൻ്റെ അമ്മയൊക്കെ ഒരുപാട് തരത്തിൽ എല്ലാ വിധത്തിലും സഹിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ സഹിച്ച് ഭർത്താവിനൊക്കെ നേടിയെടുത്ത പല സ്ത്രീകളെ അമ്മമാരെ അറിയാം. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ 1ഉം 2ഉം ഉള്ളു. അവരുടെ കാരണവന്മാർ സമ്മതിക്കുക, ആങ്ങളമാർ സമ്മതിക്കുക, പൊതുസമൂഹത്തിന് പറ്റുമോ? അതുകൊണ്ട് ഇന്നിപ്പോൾ ഡിവേഴ്സ് കേസുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഓരോ താലൂക്കിലും ഓരോ വില്ലേജിലും കുടുംബ കോടതികൾ വേണ്ട സാഹചര്യം. ആയിരക്കണക്കിന് കേസുകളാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ക്ഷമയും സഹിഷ്ണുത ഒന്നും ഇല്ല. അപ്പോൾ 5ാമത്തെ കാര്യം ഇതാണ്: ഭർത്താവിനെ സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സ്ത്രീക്കാണ്. ഒരു വശം പറഞ്ഞു പോയാലും ശരി, അവർ അങ്ങേയറ്റം വരെ അവിടെ കൂടെ ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ റെഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സഹനശക്തി ഉണ്ടാകണം. പിറുപിറുത്തിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ചെളിവാരി എറിഞ്ഞിട്ടോ ഒരു കാര്യമില്ല.
ആറാമത്തെ കാര്യമാണ് ഭർത്താവിനെ അറിയിക്കാൻ പാടില്ലാത്ത ഹൃദയ രഹസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കുക. പണ്ടെന്തോ ക്ലാസ്മേറ്റോ പ്രേമബന്ധം ഉണ്ടായത് മുഴുവൻ വെച്ച് കാച്ചി അവനും പറഞ്ഞ്. പക്ഷെ അവസാനം അലമ്പായി കഴിഞ്ഞപ്പോൾ ജീവിതം കുറച്ച് വർഷമൊക്കെ പാകത്തിന് പോയി. കുമ്പസാരത്തിലും പിന്നെ പ്രീ മാരിറ്റൽ കോഴ്സിലും കൗൺസിലിങ്ങിലും എല്ലാം ഒറ്റക്കും അല്ലാതെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിൽ കൂടെയും അനുഭവങ്ങളിൽ കൂടെ എല്ലാം ഒത്തിരി കേൾക്കുന്നുണ്ട്. എന്നിട്ടും പോയി ഈ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഭർത്താവിനോട് പറഞ്ഞ് അയാൾക്ക് ഇഷ്ടമായിരുന്നു ഇയാൾക്ക് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അയാൾക്കടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എടുത്ത് കുറവില്ലാത്ത ആരുമില്ല. അവസാനം എനിക്ക് കുഴപ്പമില്ല ഞാൻ പിടിച്ചു എന്നുള്ള എനിക്ക് പ്രശ്നമില്ലെന്ന് പറയും. ദുർബല സാഹചര്യത്തിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ, പൊട്ടിത്തെറിയായി ഒരിക്കലും കൂടാത്ത പോലെ സ്ത്രീയുടെ തലയിൽ ഇങ്ങനെ പൊങ്ങി 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 വരും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് സ്വന്തം കഴിവുകേടാണ്. അപ്പോൾ സ്വന്തം കഴിവുകേടാണ് ഭർത്താവിൻ്റെ ബലഹീനതകൾ അല്ലെങ്കിൽ ഭാര്യയുടെ ബലഹീനതകൾ തോണ്ടിയെടുക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലാത്ത ഹൃദയ രഹസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉചിതമായിട്ട് കൈകാര്യം ചെയ്ത് കൗൺസിലിങ്ങിലോ കുമ്പസാരത്തിലോ അങ്ങനെയുള്ള പ്രീ മാരിറ്റൽ കോഴ്സിലോ ഒക്കെ നിങ്ങൾ അതെല്ലാം അടിയറ വെച്ച് പുത്തൻ മനുഷ്യനായിട്ട് വരിക. കാരണം ടോൾസ്റ്റോയ് എന്ന വിശ്വസാഹിത്യകാരൻ്റെ ജീവിതം തകർന്നത് ആദ്യ രാത്രിയിൽ ഭാര്യയോട് പറയാൻ പാടില്ലാത്ത തൻ്റെ ജീവിതത്തിൽ പറ്റിയ താളപ്പിഴകൾ മുഴുവൻ കുമ്പസാരിച്ച് ഭർത്താവ് പറഞ്ഞ്. നീണ്ട 35 വർഷത്തെ ജീവിതത്തിൽ 13 കുട്ടികളുണ്ടായി. പക്ഷേ തല്ലിപ്പിരിഞ്ഞ് അവസാനം ജീവിതം ഛിന്ന ഭിന്നമായി തീർന്ന് ബന്ധം പിരിഞ്ഞ അവസ്ഥകൾ. അതുകൊണ്ട് പരീക്ഷിക്കാൻ പോകരുതേ സുഹൃത്തേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്കുള്ള കാര്യം പലപ്പോഴും സഹോദരിമാർക്കുള്ള കാര്യം സഹോദരന്മാർ കേൾക്കും, സഹോദരന്മാർക്കുള്ള കാര്യം സഹോദരിമാർ കേൾക്കും. അപ്പോൾ ആ കേട്ട് പഠിക്ക്, ഇത് അയാൾ കേൾക്കേണ്ടതാണെന്ന് പറയും. അപ്പോൾ ഇത് സഹോദരിമാർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഭർത്താവിനെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയിക്കാൻ നിൽക്കരുത്. ഓരോന്നും ഹാൻഡിൽ വിത്ത് കെയർ. ഏഴാമത്തെ കാര്യമാണ് ഭർത്താവിൻ്റെ അഭിരുചിക്ക് അനുസൃതമായി നല്ല ഒരു ഭാര്യയായിട്ട്. കാരണം ഒരു വൈദികനാവുന്നത് ബലിയർപ്പിക്കാരനാണ്. ഒരു പട്ടാളക്കാരനാവുന്നത് രാജ്യ സേവനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ആ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ഒരു ഭാര്യയാകുന്നത് ഭാര്യാഭർത്ത് ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. എങ്ങനെ നിറവേറ്റണം? 1 കുഞ്ഞുങ്ങളുണ്ടാകാൻ, 2 മരണം വരെ എന്ത് വേണം? പ്രണയം വേണം. ഭാര്യാഭർത്ത് ദാമ്പത്യ ധർമ്മം നിറവേറണം. എന്തു വന്നാലും ആദ്യം പിടിവീഴുന്നത് പിശുക്ക് കാണിക്കുന്നത് ഇങ്ങനത്തെ കാര്യത്തിൽ. പിന്നെ മാറിക്കടപ്പായി വേറെ മുറിയിലായി വേറെ കട്ടിലായി പറയണ്ട. കുടുംബം നരകപാതാളത്തിന് തുല്യമാകും. ഒരിക്കലും ഒരു സ്ത്രീ വന്നതോർക്കെയാണ് ഭർത്താവിനെ നാട്ടുകാർ പിടിച്ചു. മോളുടെ പ്രായമുള്ള പെണ്ണിൻ്റെ അടുത്ത് അനാവശ്യമായ രീതിയിൽ ഉണ്ടായി. അവസാനം ആളെ പിടിക്കപ്പെട്ടു, അടിച്ചു. പോലീസ് വന്നു, കേസൊക്കെ ആയി. അപ്പോൾ ഈ സ്ത്രീ ഭയങ്കര ഇതായിട്ട് പറയുക, നാണമില്ല ഇയാൾക്ക്, മോക്കടെ പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ അയാളെ ന്യായീകരിക്കുകയല്ല, ഞാൻ പറഞ്ഞ് ഇവരുടെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സ്ത്രീ വർഷങ്ങളായി ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് മക്കളൊക്കെ ഇനി ഇത് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒറ്റക്ക് മാറിക്കിടക്കുന്ന അവസ്ഥ. ഇതാ ന്യായമായ ഒരു മനുഷ്യനുള്ള എല്ലാ ആവശ്യങ്ങളും അവകാശങ്ങളും ഉള്ള ഈ മനുഷ്യൻ ദുർബല നിമിഷത്തിൽ തെറ്റുപറ്റിപ്പോയി, ഇടർച്ച ഉണ്ടായി. പ്രായം കാലമൊന്നുമില്ല, വികാരവും വിചാരവും എല്ലാ മനുഷ്യനുണ്ട്, യന്ത്രമല്ല മനുഷ്യനാണ്. പറ്റിപ്പോയി. ഞാൻ പറഞ്ഞ 2 അടി അയാൾക്ക് കിട്ടിയത് നിങ്ങൾക്കും കൂടെ കിട്ടിയെന്നെങ്കിൽ ഈ കാര്യം ശരിയായാനേ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാവരോടും പോയി എല്ലായിടത്തും പറയുമ്പോൾ വൃത്തിയിട്ടവനോ അങ്ങനെ. ഇതിന് കാരണക്കാരി ആരാ? നിങ്ങളാണ്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറിക്കിടക്കുന്ന പറയാൻ പല ന്യായവും തർക്കവും വാദവും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കഴിവുകേടാണ് പലപ്പോഴും ഭർത്താവിനെ ഇങ്ങനെയുള്ള ചില ഇടർച്ചകളിലേക്ക്. ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷനിസ്റ്റ്, രോഗം അറിഞ്ഞ് ചികിത്സിക്കുക. ഭർത്താവിനെ അല്ലെങ്കിൽ കുടുംബത്തെ, ആ മക്കളും തകർന്നു പോകും.
അതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ആണെങ്കിൽ പോട്ടെ, പോയി പണി നോക്കാമെന്ന് പറയാം. 1, 2, 3, ഏറ്റവും കൂടിയ 3 അത്രയൊക്കെയല്ലേ ഇന്നുള്ളൂ. പക്ഷേ അതുങ്ങളുടെയും ജീവിതം പോകുന്ന അവസ്ഥ എവിടെ വെച്ച് തീർക്കും നിങ്ങൾ ഈ പാപങ്ങൾ? അപ്പോൾ 7ാമത്തെ കാര്യം, ദാമ്പത്യ ധർമ്മം അനുഷ്ഠിക്കുക. നല്ല രീതിയിൽ ഭർത്താവിനെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുകയും ഉടുത്തൊരുങ്ങി വൃത്തിയായിട്ടൊക്കെ നടക്കുകയും അനാവശ്യമായ ആഡംബര ഭ്രമം ഒഴിവാക്കുക. ഈ കഴിഞ്ഞ ദിവസം കൂടി 1.5 പേജ് മനോരമ പത്രത്തിൽ കണ്ട ഇതാണ്. പ്രശസ്തമായ ബാങ്കിൻ്റെ ജപ്തിക്ക് കിടക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമകളുടെ വിശദ വിവരങ്ങൾ. ATM ചെന്നപ്പോൾ അവിടെയും ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. പള്ളിയിലോട്ട് പോകുന്നത് വഴി എൻ്റെ പുറയിലിരുന്ന ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന പയ്യൻ പറഞ്ഞ്, അങ്കിൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, ആത്മഹത്യക്ക് ശ്രമിച്ചു. ഫയർഫോഴ്സും പോലീസും എല്ലാം വന്നു. കാരണം അവരൊരുപാട് കടങ്ങൾ എടുത്തു കൂട്ടി എല്ലാം പണിത് കൂട്ടി അടക്കാൻ പറ്റാതെ വന്നപ്പോൾ, ജപ്തിക്ക് വന്നപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്ത്? പോലീസ് ഇറക്കി. പോലീസിൻ്റെ സഹായത്തോടെ ബാങ്കുകാർ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു ഇറങ്ങേണ്ടി വന്നു. ബാങ്കിൻ്റെ പൈസ തിരിച്ചു പിടിക്കൂല്ലേ, നമ്മളാണെങ്കിൽ വെറുതെ വിടുക. അപ്പം അതുകൊണ്ട് അടക്കത്തോടും ഒതുക്കത്തോടും മിച്ചം വെച്ചൊക്കെ ജീവിക്കാനായിട്ട് പഠിക്കുക. വരവിൽ കൂടുതൽ ചിലവാക്കാതിരിക്കുക. കഴിഞ്ഞ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്ന വീടിൻ്റെ അടുത്തുള്ള സ്ത്രീ കടം ഇവരുടെ 10 ലക്ഷം ഇവരുടെ ആധാരത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടി ലോൺ എടുത്ത് കൊടുത്ത കൂട്ടത്തിൽ അവരറിവും പഠിപ്പും ഉള്ളതായതുകൊണ്ട് തട്ടിച്ച് 10 ലക്ഷം എടുത്തു. 5 ലക്ഷം ഇവർക്ക് കിട്ടിയുള്ളൂ. എല്ലാം ഒപ്പിടിച്ചിട്ട് 15 ലക്ഷം എടുത്ത്. ഇപ്പോഴാണ് അറിയുന്നത് അടുത്തുള്ള വീട്ടുകാരെ പരിചയത്തിലുള്ള പലരെയും പറ്റിച്ച് സ്വർണവും പൈസയൊക്കെ വസൂലാക്കി. അവർക്കില്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. കടം മേടിച്ച് ആഡംബരമായിട്ട് ജീവിച്ച് ഇപ്പോൾ ദൂർത്തടിച്ച് ഇപ്പോൾ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയി തുടങ്ങി. ഞങ്ങൾക്കും തരാനുണ്ട് ബ്രദറെ, 10 ലക്ഷം ഞങ്ങളുടെ വീട് വെക്കേണ്ട കാശാ പറ്റിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട് വന്നത് ഓർക്കുകയാണ്. ഇവിടെ അപ്പനും അമ്മക്കും മക്കൾക്കും എല്ലാം കൂടി കിടക്കാൻ കഷ്ടി 2 കുട്ടികളും അപ്പനും അമ്മയും അമ്മൂമ്മ ഇവിടെ വന്നത്. 5 പേർ കൂടെ കിടക്കാൻ 2 മുറിയുള്ളൂ. അത് തന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുക. ഞങ്ങളുടെ വീട് പണിയേണ്ട കാശും കൊണ്ട് പോയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ ദൂർത്ത് മറ്റുള്ളവരെ പറ്റിക്കേണ്ടി വരും, അല്ലെ അവരുടെ മുമ്പിൽ കള്ളന്മാരാകും. ആഡംബര ഭ്രമം ഉപേക്ഷിക്കുക. ഇത് ലഹരിയുടെ ഉപയോഗം പോലെ തന്നെയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നും പിന്നും ഇല്ല. മയക്കുമരുന്നും മദ്യവും രാസലഹരിയും കഞ്ചാവിൻ്റെയൊക്കെ കാര്യം ഇതൊക്കെ തന്നെയാണ്. അവർക്ക് മുന്നും പിന്നും നോട്ടമില്ല. എത്ര സത്യം ചെയ്താലും എന്ത് ചെയ്താലും ആർക്കെന്ത് സംഭവിച്ചാലും എന്നും അവർ കളിക്കും. ഇതുപോലെ തന്നെ ആഡംബര ഭ്രമം ഭയങ്കര പ്രശ്നമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് വീട്ടിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വരവിനനുസരിച്ച് ചിലവാക്കുക. ആഡംബരവും ധൂർത്തും ഉപേക്ഷിക്കുക. പലരും ഇതുപോലെ വരാറുണ്ട്, വിളിക്കാറുണ്ട്. കടബാധ്യത ഇപ്പോൾ 28,000 രൂപ പെൻഷൻ കിട്ടുന്നു, മകനും 10, 20, 25 രൂപ കിട്ടും. പക്ഷേ കാശെങ്ങാട് പോണില്ല എന്നും പറഞ്ഞ് ഒരമ്മ വിളിച്ചതുറക്കുകയാണ്. അമ്മയും മോനും വിവാഹബന്ധം പിരിഞ്ഞു പോയി, പെണ്ണ് പോയി, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. വീടിന് വാടക കൊടുത്തിട്ട് 3 മാസം. വീടൊക്കെ ഉണ്ടായതാണ്. 7 വീടുണ്ടായി, 7 വീടും നഷ്ടപ്പെടുത്തി. ഞാൻ ആരുടെയും പേര് സ്ഥലമൊന്നും പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചയായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ വിളിച്ച അറിഞ്ഞ പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്കൊരു പാഠമാവുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചൊരു 10, 48,000, 50,000 രൂപ ഒരു മാസം വീട്ടിൽ കിട്ടണില്ല, എന്നിട്ട് വാടക കൊടുക്കാൻ വേണ്ടി. അല്ല, ഒരാളോട് ചോദിച്ചിട്ട് പോലും ഒരു ബന്ധുക്കൾ പോലും തന്നെ. ഞാൻ ചോദിച്ചാൽ ആര് തരും? ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അറിയാത്തവനെ കണ്ടാൽ വഴിമാറി പോകണമെന്നാ ചൊല്ലി. ആര് തന്നോന്നാ പറയുന്നത്? ഇത്രയും വരുമാനം കിട്ടിയാൽ പോരെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മരുന്ന് മേടിക്കാൻ. ഞാൻ വെച്ചാൽ അവൻ കുടിക്കണുണ്ട്. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ കുടിക്കുന്നത് പോരെ, അത് മാത്രം മതി നശിക്കാൻ. കാരണം വിവേകം നശിച്ച് അന്ധകാരത്തിലാവുന്ന അവസ്ഥ. ഭാര്യ പിരിഞ്ഞു പോയി, അത് നാളുകളായി. എന്നിട്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറഞ്ഞ പോലെ അമ്മമാരിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. എന്തോരം പൊതിഞ്ഞു പിടിക്കും. എല്ലാം കാൽ ചുവട്ടിലുള്ളത് വരെയും ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെ വരവിനനുസരിച്ചൊക്കെ ചിലവാക്കി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. 8ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും വീട്ടുകാരോടൊക്കെ തികഞ്ഞ ആത്മബന്ധവും സ്നേഹ ബഹുമാനങ്ങളൊക്കെ കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള
ഒരാളെ നമുക്ക് കിട്ടിയെങ്കിൽ അവരുണ്ടായിട്ടാണ് കിട്ടിയെന്ന് കൂടെ ഓർക്കണം എന്നും പറഞ്ഞ് അവരെ പാദസേവ ചെയ്ത് ജീവിക്കണമെന്നല്ല. അപ്പോൾ അവരെ ബഹുമാനിക്കുന്ന വാക്കുകൾ, അവരോട് സ്നേഹവും ബഹുമാനമുള്ള പെരുമാറ്റങ്ങൾ. ഞാൻ ഇതുപോലെ ഒരിക്കലൊരു ക്ലാസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു വളരെ കറക്റ്റാണ്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളുടെ നിർബന്ധം കാരണം എൻ്റെ അമ്മേനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിലെ ഇളയ മകനാണ് ഇയാൾ. പക്ഷേ ഞാൻ വെച്ചാൽ അമ്മ എന്ത് ചെയ്യും? അമ്മ സഹോദരൻ്റെ വീട്ടിലോട്ട് പോയി. ആദ്യം കയറി അവിടെ കിടന്ന് മരിച്ചു. തറവാട്ടിൽ കിടക്കേണ്ട അമ്മ അവിടെ പോയി കിടക്കേണ്ടി വന്നപ്പോൾ അമ്മക്ക് നാണക്കേടായി. പക്ഷേ ഞാൻ വെച്ചാൽ എന്താ പറയാൻ കാര്യം? അല്ല ശരിയാണ്, അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. ഇപ്പം എൻ്റെ മക്കൾ തലതെറിച്ച അവസ്ഥ. നമുക്കൊന്നും ഒരിക്കലും ഇങ്ങനെ പറ്റത്തില്ല. കാരണം അപ്പൻ്റെ മുമ്പിൽ വെച്ച് കടയിൽ വന്ന് സിഗരറ്റ് കടക്കാരനെ തല്ലാൻ ഇയാൾ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞ് എന്നെ തല്ലണേ എന്തിനാ, നിൻ്റെ മോനെ തല്ലി വളർത്താത്തതുകൊണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് എവിടെയും നാണം കെടുന്ന അവസ്ഥ. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ത്തരുതേ. ഭർത്താവിൻ്റെ ഭാര്യയായാലും ഭാര്യയുടെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തമ ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണല്ലോ. മരിച്ചു പോയിട്ടും ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പ്രാഗിയും കുറ്റം പറഞ്ഞും ശപിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഏത് ആത്മീയ മാർഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് ആ ആത്മീയതയെ നിങ്ങൾ ദുഷിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നു മുതലെങ്കിലും തിരുത്തുക. മരിച്ചവരെങ്കിലും വെറുതെ വിടും. മരിച്ചവരെ വിടാത്തവരെ കണ്ടിട്ടുണ്ട്. അത് തന്നില്ല ഇത് തന്നില്ല, വെട്ടിമുറിച്ച് എടുക്കാൻ പറ്റിയ രീതിയിൽ തുല്യമായിട്ട് വെട്ടിമുറിച്ചെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടോ പറ്റിയിട്ടോ ഉണ്ടാകത്തില്ല. പക്ഷേ ഓരോരുത്തർക്കും വിധിച്ചതേ കിട്ടൂ. പിന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കിട്ടാതെ പോയതും ഏത് വഴി കൂടെ ആയാലും അത് എത്തിപ്പെട്ടിരിക്കും. ആ ബോധ്യം ഉണ്ടാകണം. അല്ലാതെ മാതാപിതാക്കന്മാരെ ദുഷിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അടിച്ചമർത്തിയിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ കാര്യമില്ല. അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുടെ ആവശ്യങ്ങളിലൊന്നും സഹകരിക്കൂല. ഞാൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കൂല, അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറ്റൂല, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അറമ്പറ്റിയ വാക്കുകളാണ്. ആരെയാണ് നമുക്ക് ആദ്യം വേണ്ടി വരുന്നതൊന്നും നമ്മൾ അറിയില്ല. ആരെയും വെറുക്കാൻ എനിക്കും നിങ്ങൾക്കും അധികാരമില്ല. സോദരത്തേന എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് കരുണ കാണിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളോട്, അവർക്കും കുറവുകളുള്ളവരായിരിക്കാം, പല പീഡനവും ഉപദ്രവവും ആയ സമയത്ത് നല്ല മിടുമിടുക്കന്മാരും മിടുക്കികളായിട്ട് നല്ല രീതിയിൽ നമ്മളെ കൈകാര്യം ചെയ്യുകയോ ചവിട്ടിത്തേക്കുകയോ വിഷമിപ്പിക്കുകയോ ഇറക്കി വിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഞാനൊരു സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഈ ജോലി, ഇത്രയും പദവിയിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ഇത്ര പഠിപ്പിച്ചു, അതുകൊണ്ട് ഈ മക്കളിൽ നിന്നും നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ക്ഷമിക്കണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷേ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോയി. വലിയ വലിയ ലെവലിലെത്തിയെങ്കിലും മക്കളിൽ കൂടെ വരുന്ന നന്മകൾ അനുഭവിക്കാൻ പറ്റാതെ പോയി. നേരിട്ടറിയാവുന്ന പല സംഭവങ്ങളുണ്ട്. മരിച്ചവരോട് ക്ഷമിക്കാതിരിക്കുന്നവർ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആവശ്യങ്ങളിൽ പോകാതിരിക്കുന്നവർ, വിളിക്കാതിരിക്കുന്നവർ, വെട്ടിമുറിച്ച പോലെ ഓർത്ത് കൈക്കുപ്പ് വെക്കൂലെന്ന് പറഞ്ഞതുപോലെ എവിടെ വെച്ച് തീർക്കാനായി പാവങ്ങളൊക്കെ. അതുകൊണ്ട് ഈ 8 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തങ്കക്കട്ടി പോലെ നമ്മുടെ ജീവിതം മാറ്റം വരും. ഭർത്താവിനെ നേടാൻ ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് സാധിച്ചിരിക്കും. ഇന്നു മുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ, ഉള്ള പണി മുഴുവൻ ഒപ്പിക്കുക, എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ, എന്ത് ചെയ്യണമെന്നാ പറയുന്നത്, ഞാനായതുകൊണ്ട് ഇങ്ങനെ കിടക്കണം എന്ന് പറയും. എന്നാൽ വല്ലോണം ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. ജീവിക്കേണ്ട പോലെ ഒരു ഉത്തമ ദീപം പോലെ, വിളക്ക് പോലെ ആ അന്ധകാരത്തിൽ പ്രകാശമായി ആ കുടുംബത്തെ ചൈതന്യം പകർന്നുകൊണ്ട് ആ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തെ വിശദീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇടവരട്ടെ. അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ അയക്കുക, മെസ്സേജുകളൊക്കെ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത് കിട്ടാത്ത ഒരു ഉത്തമ ഭാര്യയായിരിക്കാൻ എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ മക്കളൊക്കെ നാട്ടിലോ വിദേശത്തൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കേസുകളും ഡിവോഴ്സ് കേസും പ്രശ്നങ്ങളും കോടതിയും പോലീസൊക്കെ ആയിട്ട് ആരംഭിച്ചിട്ടുണ്ടാകാം, പഴകി കിടപ്പുണ്ടാകാം. അങ്ങോട്ടൊക്കെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. സന്മനസ്സുള്ളവരാണെങ്കിൽ അവർ കാണട്ടെ, അവർ കേൾക്കട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ കുടുംബങ്ങൾ ശരിയായി വരട്ടെ. ആ കുഞ്ഞുങ്ങളെങ്കിലും നേരായ വഴിക്ക് വരട്ടെ. അവരെ ഓർത്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.